Good morning, dear my students. Solid state in the introduction, അത് കഴിഞ്ഞുള്ള ക്ലാസിഫിക്കേഷൻ, അയണിക് സോളിഡ് വരെ നമ്മൾ പഠിച്ച് നിർത്തി. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കുകയാണ്. അതുപോലെ തന്നെ പഠിച്ചു പോകുന്നതിനോടൊപ്പം ടെക്സ്റ്റിനുള്ളിലെ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ എക്സ്പ്ലനേഷൻ തരുന്നതിനോടൊപ്പം തരുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കി ഇത് ഓൺലൈൻ ക്ലാസ്സിലെ എക്സ്പ്ലനേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ട്, ഇന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ടെക്സ്റ്റ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരമൊരു മാർഗം എംപ്ലോയ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് വരാം. സോളിഡിൽ മെറ്റാലിക് സോളിഡ്സും കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്, ഇത് രണ്ടുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അയണിക് സോളിഡ് വരെ വന്നു, അതിൻ്റെ സമ്പൂർണമായ കാര്യങ്ങൾ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ചാനലിൻ്റെ നെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ ചാനലാണ്. അതും മെയിൻലി കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സാണ്. അതിൻ്റെ പേരിൽ കെമിയ എന്നാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. KHEMIA, കെമിയ, KHEMIA. കെമിയ എന്ന വാക്ക് ഈജിപ്ഷ്യൻ വേർഡാണ്. ഈജിപ്ഷ്യൻ വേർഡായ കെമിയ എന്നതിൽ നിന്നാണ് കെമിസ്ട്രി ഡിറൈവ് ചെയ്യുന്നതെന്നൊരു വിശ്വാസമുണ്ട്. മാത്രമല്ല, ഈ ഈജിപ്ഷ്യൻ വേർഡിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ സയൻസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്, അത് തന്നെ കെമിസ്ട്രി. പിന്നീട് ട്രാൻസ്മിറ്റേഷൻ ഓഫ് എർത്ത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്ന ഈജിപ്തുകാർ ഉപയോഗിക്കുന്ന ഒരു ടേം, ഒരു പദമാണ് കെമിയ. അതുകൊണ്ട് നമ്മൾ കൃഷ്ണ ചാനൽ എന്നുള്ളതിൽ നിന്നും കെമിയ എന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ തുടർച്ചയായി ക്ലാസ്സുകൾ കാണുക. ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് അധികം എഫേർട്ട് ഇല്ലാതെ കെമിസ്ട്രി ഓരോ യൂണിറ്റുകളും പഠിക്കുവാൻ കഴിയും. തൽഫലമായി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഏത് വിധത്തിൽ വന്നാലും അതിനെ അഭിമുഖീകരിക്കുവാനും അതിനുള്ള ഉത്തരങ്ങൾ നൽകുവാനുമുള്ള പ്രാപ്തി നിങ്ങൾക്ക് നേടുവാൻ കഴിയും. ഓക്കെ, നമുക്ക് പാഠ്യഭാഗത്തേക്ക് വരാം. സോളിഡിന്റെ പേര് എന്താ പറഞ്ഞേ? മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മൾ പൊതുവെ എന്താ പറയുക? മെറ്റൽസ്. മലയാളം മീഡിയം, ലോഹങ്ങൾ. ഏതൊക്കെ മെറ്റൽ പരിചിതമായിട്ടുണ്ട്? അയൺ, നമുക്ക് ഏറ്റവും പരിചയമായൊരു മെറ്റലാണ് അയൺ. അയൺ കൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ഭൂരിഭാഗം ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇരുമ്പ് എന്ന് പറയും. IRON, അയൺ. അതിന്റെ സിമ്പൽ Fe. എന്താണത്? FE എന്നാകുന്നു. ഫെറം എന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് അതിന്റെ സിമ്പൽ സ്വീകരിച്ചിരിക്കുന്നു. Fe, ഇരുമ്പ്. മറ്റു മെറ്റലുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവർ, അലുമിനിയം, ഗോൾഡ് എന്നിങ്ങനെ പോകും. ഇത്തരം മെറ്റലുകളും സോളിഡാണ്. അത് തകിടാകാം, കമ്പികളാക്കാം, വാട്ടർ, നമുക്ക് ഏത് വിധത്തിലുള്ള മെറ്റീരിയൽസ് വേണമെങ്കിലും ആക്കാം. ഇത്തരം മെറ്റൽസ് എല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് പറഞ്ഞത്? മെറ്റാലിക് സോളിഡ്സ്. ഇതിലെ കോൺസ്റ്റിറ്റ്യുവന്റ് ആരാണ്? അതിനുള്ളിൽ ആരാണ് സ്ഥിതി ചെയ്യുന്നത്? മെറ്റൽ എന്നതിനെ നിർമ്മിച്ചിട്ടുള്ള അതിനുള്ളിലെ ചെറുതരികൾ, കോൺസ്റ്റിറ്റ്യുവൻസ്, ഘടകതരികൾ, കമ്പോണന്റ് പാർട്ടിക്കിൾസ് ആരെന്ന് ചോദിച്ചാൽ ഒരു നീണ്ട സെന്റൻസ് നമുക്കിവിടെ പറയേണ്ടി വരും. കഴിഞ്ഞതിലൊക്കെ എന്തായിരുന്നു? പോളാർ മോളിക്കുലാർ സോളിഡ്സ്, നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. അതിലെല്ലാത്തിലും മോളിക്കുലാർ സോളിഡ്സ്, കോൺസ്റ്റിറ്റ്യുവൻസ്, മോളിക്യൂൾസ്. എന്നാൽ അയണിക് സോളിഡിലോ അയോൺസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി നോക്കി വരുന്ന കുട്ടികളുടെ മുഖത്തൊരു പ്രസരിപ്പും പ്രസന്നതയും കാണും. കാരണം അവരത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അടുത്തത് കേൾക്കാനുള്ള താല്പര്യം വർദ്ധിച്ചു, അറിയാനുള്ള എന്തൂസിയാസം, അറിയാനുള്ള അവരുടെ ആഗ്രഹം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെതായിട്ടുള്ള പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ മനസ്സിൽ. സെൽഫ് കോൺഫിഡൻസ്, ആത്മസംതൃപ്തി, ആത്മവിശ്വാസം. ഞാനതെല്ലാം വായിച്ചിട്ടുണ്ട്, എനിക്കത് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇത്തരം ഒരു മാനസിക സ്ഥിതിയാണ് തുടർന്നുള്ള
ക്ലാസ്സുകൾ കേൾക്കുവാനുള്ള താല്പര്യവും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാനും കഴിയുന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു ആത്മസംതൃപ്തിയാണ് നിങ്ങളുടെ മുഖത്തുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കൂടുതൽ കഴിവുകൾ, വിഷയങ്ങൾ, കെമിസ്ട്രി, ഫിസിക്സോ സുവോളജിയോ ബോട്ടണിയോ വാട്ടവർ, ഇതൊക്കെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യുവാൻ, ആർജിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ ഇവിടെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. സീയോ കടൽ, മെറ്റൽ കടൽ. ഒരു ഉപമ എന്ന് പറയും, സിമിലി എന്നൊക്കെ പറയും. ഇലക്ട്രോണുകളാകുന്ന സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസിറ്റീവ് അയോണുകൾ. ആറ്റത്തിന്റെ മാതൃക ഓർമ്മയുണ്ടോ? ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്, ന്യൂക്ലിയസ്. അതിൽ പ്രോട്ടോണും ന്യൂട്രോണും, ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, അപ്പോൾ പിന്നെ അവിടെ പ്രോട്ടോൺ ആണ്. ഫലത്തിൽ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോണിന്റെ ചാർജാണ് ന്യൂക്ലിയസിന്. അതുകൊണ്ട് ന്യൂക്ലിയസിലെ ചാർജ് എന്ന് ചോദിച്ചാൽ പോസിറ്റീവ്. ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ആര് കറങ്ങുന്നു? ഇലക്ട്രോണുകൾ കറങ്ങുന്നു. ആ പോസിറ്റീവ് ന്യൂക്ലിയസിനെയാണ് ഇവിടെ പോസിറ്റീവ് അയോൺസ് എന്ന് വിശേഷിപ്പിച്ചിട്ട് ഇന്നേ സീ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ സമുദ്രത്തിൽ കാണപ്പെടുന്ന ദ്വീപുകൾ പോലാണ് പോസിറ്റീവ് അയോണുകൾ. അപ്പൊ നമുക്കൊരു സർഫസ് അങ്ങോട്ട് ഇമാജിൻ ചെയ്യാം. ഇവിടെ ഒരു മെറ്റൽ ആറ്റം, അടുത്തൊരു മെറ്റൽ ആറ്റം, അങ്ങനെ നിരവധി മെറ്റൽ ആറ്റങ്ങൾ ഇങ്ങനെ ആ സർഫസിൽ പരന്ന് നിരന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എത്ര ന്യൂക്ലിയസ് കാണും? പോസിറ്റീവ് ന്യൂക്ലിയസ് 1 2 3 4 5 6 7 ഒരുപാടുണ്ട്. ഈ പോസിറ്റീവ് ന്യൂക്ലിയസുകൾക്കിടയ്ക്ക് ആരാണ് കിടക്കുന്നത്? ഇലക്ട്രോണിന്റെ ഒരു സമുദ്രം. ഇതാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ്. ഓക്കെ, പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം കൊണ്ട് അതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വാട്ട് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ അവൈലബിൾ ഇൻ മെറ്റാലിക് സോളിഡ്സ്? മെറ്റാലിക് സോളിഡിൽ ലഭ്യമായ, കാണപ്പെടുന്ന, സ്ഥിതി ചെയ്യുന്ന ഏത് തരികളാണ്, എന്ത് കോൺസ്റ്റിറ്റ്യൂവന്റുകളാണ് അതിനുള്ളത്? എന്താണ് ആൻസർ? പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ. ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ മെറ്റാലിക് സോളിഡ്സ് ആർ എ ആറ്റംസ്, ബി മോളിക്യൂൾസ്, സി അയോൺസ്, ഡി പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. വിച്ച് ഈസ് ദി റൈറ്റ് ആൻസർ? ലാസ്റ്റ് വൺ, അതായത് പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അത്രയും വ്യക്തമായി. അതിലെ ബോണ്ടിങ് ആരെന്ന് ചോദിച്ചാൽ മെറ്റാലിക് ബോണ്ടിങ്. എന്താ മെറ്റാലിക് ബോണ്ടിങ്? ഇത്തരത്തിലുള്ള പോസിറ്റീവ് അയോണുകൾക്ക് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുമായിട്ട് എന്തുണ്ട്? ഇന്ററാക്ഷൻ ഉണ്ട്. തിരിച്ചും ചിന്തിച്ചൂടെ? ഒരു ബ്രിഡ്ജ് ഇട്ടാൽ, പാലം ഇട്ടാൽ അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ? അതുപോലെ പോസിറ്റീവിന് നെഗറ്റീവിനോട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ഇലക്ട്രോണുകൾക്ക് ആരോടും കാണും? പോസിറ്റീവ്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതാണ് ബോണ്ട്. ദാറ്റ് ബോണ്ട് ഈസ് കാൾഡ് മെറ്റാലിക് ബോണ്ട്. മൂന്നാമത്തെ വിഭാഗം പഠിച്ചു കഴിഞ്ഞു. എക്സാമ്പിൾ ചോദിച്ചാൽ ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ മെറ്റൽസ്. 8ാം ക്ലാസ് മുതലേ നമ്മൾ കെമിസ്ട്രി പഠിച്ചു വരുന്നു, അതുകൊണ്ട് ഇഷ്ടം പോലെ പറയാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെറ്റൽസ് എത്രയുണ്ടോ അതെല്ലാം പറയാം. ഇവിടെ നമ്മൾ അയൺ, കോപ്പർ, സിൽവർ, മഗ്നീഷ്യം, സിൽവർ, അർജന്റം എന്നതിൽ നിന്ന് എടുത്തതുകൊണ്ടാണ് AG, അല്ലാതെ സിൽവറിന്റെ SiLver എന്നതിൽ നിന്നും എടുത്തിട്ടില്ല. അയൺ ആണെങ്കിൽ ഫെറം, Fe. അപ്പോൾ അയൺ, കുപ്രം, കോപ്പർ Cu, സിൽവർ, മഗ്നീഷ്യം എന്നിവയാകുന്നു എക്സാമ്പിൾ ആയിട്ടുള്ള മെറ്റൽസ്. ഇവ മാത്രമേ ഉള്ളൂ സർ? അല്ല, മറ്റ് എത്രയോ മെറ്റലുകളുണ്ട്. സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, മാംഗനീസ്, കൊബാൾട്ട്, നിക്കൽ, സിങ്ക്, ക്രോമിയം എന്നിങ്ങനെ പോകുന്നു മെറ്റൽസ്. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ ഹാർഡ് ആണ്. മെറ്റൽസ് ആർ ഹാർഡ്. അപ്പോൾ ഒരു കുട്ടി കൈവർത്തി കാണിക്കും. യെസ്, ടെൽ മീ, വാട്ട്സ് യുവർ ഡൗട്ട്? സർ, സോഡിയം ആൻഡ് പൊട്ടാഷ്യം ആർ സോഫ്റ്റ് and we can cut it with a knife. Correct? നമ്മൾ ഭൂരിപക്ഷം നോക്കുമ്പോഴാണ് ഹാർഡ് എന്ന് പറയുന്നത്. അത് കുറച്ചു പേരൊക്കെ എന്താണ്? സോഫ്റ്റ് ആണ്. സോഫ്റ്റായ മെറ്റൽസ് ഏതൊക്കെയാണ്? സോഡിയം ആൻഡ് പൊട്ടാഷ്യം. ആൻഡ് വി ക്യാൻ കട്ട് ഇറ്റ് വിത്ത് എ നൈഫ്. ഒരു കത്തി ഉപയോഗിച്ച് മുറിക്കുവാൻ കഴിയുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മൃദുത്വമുള്ള മെറ്റൽസ് അഥവാ ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാഷ്യം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവയെ പരിശോധിക്കുകയാണെങ്കിൽ അവ എന്താണ്? ഹാർഡ് ആകുന്നു.
അടുത്തതിന്റെ ക്യാരക്ടർ മെല്ലിബിൾ, ഡക്റ്റൈൽ. മെല്ലിബിൾ ആൻഡ് ഡക്റ്റൈൽ നിങ്ങൾ തേർഡ് ക്ലാസ് തൊട്ടേ കിട്ടുന്നുണ്ട്. അടിച്ചു പരത്തി തകിടുകളാക്കാം, വലിച്ചു നീട്ടി കമ്പികളാക്കാം. അപ്പോൾ അത് മനസ്സിലായത്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, കണ്ടക്ടേഴ്സ് ആണ് മെറ്റൽസ്. മെറ്റൽസ് കണ്ടക്ടേഴ്സ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ നമുക്ക് തന്നെ ചെയ്യാം. നമുക്കൊരു മെറ്റൽ എടുത്തിട്ട് കറണ്ടൊന്ന് കടത്തി വിട്ടു നോക്കുക. നമ്മൾ ഡയറക്റ്റായിട്ടൊരു മെറ്റൽ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ സോഴ്സിൽ എവിടെയെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഷോക്ക് അടിക്കും. ബിക്കോസ് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. മെൽറ്റിംഗ് പോയിന്റ് ഫെയർലി ഹൈ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു വെച്ചു. നമ്മുടെ മനസ്സിൽ യുക്തിചിന്ത വളരുന്നു. ആ ചിന്തയിൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് മെറ്റൽസ് ഹാർഡായി, മെല്ലിബിളായി, ഡക്റ്റൈലായി? ഉത്തരം, പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് മെറ്റാലിക് ബോണ്ട്. അതിന് കാതലായ കാര്യങ്ങളാണ് ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് നമ്മൾ എഴുതുമ്പോൾ ഉത്തരം പൂർണ്ണമായി. മെറ്റൽ കൺസിസ്റ്റ് ഓഫ് positive ions in a sea of electrons. There are strong interactions between such a positive ions and sea of electrons in all directions. Hence the metallic bond is strong. That's why metals are hard. Have you heard? അതായത് മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് ആണ്. എന്തുകൊണ്ട് സ്ട്രോങ് ആണ്? മെറ്റൽ പരപ്പിൽ സി ഓഫ് ഇലക്ട്രോണും പോസിറ്റീവ് അയണും തമ്മിൽ ശക്തമായ ആകർഷണം. ഒന്നോ രണ്ടോ പേരല്ല പോസിറ്റീവ് അയൺസ്. അതുപോലെ സി ഓഫ് ഇലക്ട്രോൺസ് കടൽ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ സമുദ്രം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒന്നിലധികം പോസിറ്റീവ് അയണുകൾ ഇലക്ട്രോണുകൾ പരസ്പരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനാൽ, അട്രാക്ട് ചെയ്യുന്നതിനാൽ അത് എല്ലാ ദിശയിലും പരന്ന് ശക്തമാക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാരണത്താൽ മെറ്റാലിക് ബോണ്ട് ശക്തമാണ്. ആയതിനാൽ മെറ്റൽസ് എല്ലാം ഹാർഡാണ്. അടുത്ത മെല്ലിബിൾ. നമ്മളൊരു എക്സ്റ്റേണൽ അറ്റാക്ക്, ബാഹ്യ ആഘാതം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ ഹാമർ കൊണ്ട് നമ്മൾ അടിക്കുന്നു മെറ്റൽ ഷീറ്റ്, അത് പരന്നു പോകും. ഈ അടികൊള്ളുന്ന ഭാഗത്തെ പോസിറ്റീവ് അയോൺസ് മൂവ് ചെയ്യുന്നു, മുന്നോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അതിന് പിറകെ അയാളെ ഫോളോ ചെയ്തുകൊണ്ട് സി എഫ് ഇലക്ട്രോൺസ് പോകുന്നു. തൽഫലമായി ആ ഭാഗം തിന്നാകും. അങ്ങോട്ട് പോകുന്തോറും തിക്കായ ഷീറ്റ് തിന്നായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പരന്ന് എന്തായി തീരുന്നു? ഷീറ്റായി തീരുന്നു. ഡക്റ്റൈൽ. പിടിക്കുന്ന ഭാഗത്തൊരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് നമ്മൾ വലിക്കുമ്പോൾ അത് ഡക്റ്റിലിറ്റി കാണിക്കുന്നതിനാൽ ഈ പിടിക്കുന്ന ഭാഗത്തേക്ക് പോസിറ്റീവ് ന്യൂക്ലിയസ് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതിന് പിറകെ സി എഫ് ഇലക്ട്രോൺസ് വരും. സോ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് കോൾഡ് ഡക്റ്റിലിറ്റി. Why did they show electrical conductivity? എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്? Because they have no free electrons. So they have free electrons. അവയ്ക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ആണ്, കറണ്ട് കടത്തിവിടത്തില്ല. ഇതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, സ്വതന്ത്രമായ ഇലക്ട്രോൺ ആണ്. അത് വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? സി എഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. സി എന്ന് പറയുന്നത് എന്തായിരിക്കും? മൂവബിൾ ആയിരിക്കും. ഈ ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് മെറ്റൽ റോഡിന്റെ മെറ്റൽ പ്ലേറ്റിന്റെ ഒരെൻഡിലെത്തുന്ന ഇലക്ട്രിക്കൽ എനർജിയെ മറ്റൊരെൻഡിലേക്ക് ഇവർ കൊണ്ടുപോയിക്കോളൂ. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സച്ച് മൂവബിൾ ഇലക്ട്രോൺസ്, ഫ്രീ ഇലക്ട്രോൺസ്, മെറ്റൽസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അടുത്തത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇതിനെ ചൂടാക്കി ലിക്വിഡാക്കി മാറ്റുവാൻ ഫെയർലി ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും. അതെന്താ സാർ? കാരണം അതിലെ മെറ്റാലിക് ബോണ്ട് സ്ട്രോങ് എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മെറ്റാലിക് സോളിനെ സംബന്ധിച്ച് നമുക്ക് ചോദ്യങ്ങൾ വന്നാൽ നന്നായി ചെയ്യാം. എന്തുകൊണ്ട് മെറ്റൽസ് ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നു? ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് വിച്ച് അറൈസസ് ഫ്രം ദ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഇലക്ട്രോൺസ്. അതിൽ തന്നെ ഉണ്ട് മീനിങ് കംപ്ലീറ്റ്. ഈ മെറ്റാലിക് ബോണ്ട് എല്ലാ ദിശയിലും ശക്തമായി ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ ശക്തമാണ് മെറ്റാലിക് ബോണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ മെറ്റൽ ആറ്റങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ, അതിനെ മെൽറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് പാർട്ട്. കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്. കോവാലന്റ് അഥവാ നെറ്റ്വർക്ക് സോളിഡ്സ് എന്താ നോക്കാം. കോവാലന്റ് എന്ന് കേട്ടിട്ടുണ്ട്.
കോവാലന്റ് ബോണ്ട്, സഹസംയോജക ബന്ധനം. രണ്ടാറ്റങ്ങൾ തമ്മിൽ അവയുടെ ഇലക്ട്രോണുകൾ പരസ്പരം പങ്കിടുക വഴി എന്തുണ്ടാകും? കോവാലന്റ് ബോണ്ട് ഉണ്ടാകും. ഈ ബോണ്ടാണ് ഇതിലുള്ളത്. അതുകൊണ്ടാണ് ആ സോളിഡിന് കോവാലന്റ് സോളിഡ് എന്ന് കൊടുത്തത്. അഥവാ ഈ കോവാലന്റ് ബോണ്ട് ആ സബ്സ്റ്റൻസിന്റെ, ആ സോളിഡിന്റെ മുഴുവൻ ഭാഗത്തും നെറ്റ്വർക്ക് പോലെ ആക്ട് ചെയ്യുന്നു. സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും പോയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും പേരോട് ചെയ്യുന്നു. അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആരാകുന്നു? ആറ്റംസ്. ആരാണ്? ആറ്റംസ്. അതിലെ ബോണ്ടിങ് ഇനി ഞാൻ പറയാതെ നിങ്ങൾക്ക് പറയാം, കോവാലന്റ് ബോണ്ടിങ് ആകുന്നു. എന്ത് ബോണ്ടിങ് ആകുന്നു? കോവാലന്റ് ബോണ്ടിങ്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ SiO2, സിലിക്കൺ ഡയോക്സൈഡ്. എവിടെയോ കേട്ട പോലെ കഴിഞ്ഞ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ, അതായത് സോളിഡ് സ്റ്റേറ്റിന്റെ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് വിശദീകരണങ്ങൾ തന്നു കഴിഞ്ഞു. നമ്മൾ ഈ ക്ലാസ് നൽകുമ്പോൾ ഇടയ്ക്കൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ തരും. അത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെയധികം സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT, നാഷണൽ ഡിഫൻസ് അക്കാഡമി NDA, അങ്ങനെ ഐസർ അവരുടെ സ്ക്രീനിങ് ടെസ്റ്റ്, ഐസാറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി, ഇത്തരത്തിലുള്ള പലവിധ മേഖലകളിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റിൽ നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പുറത്തുനിന്നുകൂടി റഫറൻസ്, ലൈബ്രറി റഫറൻസ് കൂടിയത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് പഠിപ്പിച്ചപ്പോൾ പോളിയൂറിത്തേൻ എന്നൊരു ടേമേ ചോദ്യത്തിൽ വന്നിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഞാൻ തന്നു കഴിഞ്ഞു. ആ കാര്യം കാരണം അവർക്കൊരു ചോദ്യം ചോദിക്കാം, അത് എന്തിനുപയോഗിക്കുന്നതാണ്, മറ്റേതെങ്കിലും വിധത്തിൽ അതിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അതെങ്ങനെ നിർമ്മിക്കാം, വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ്, ഹൗ ക്യാൻ വി പ്രിപ്പയർ പോളിയൂറിത്തേൻ, അല്ലെങ്കിൽ പോളിയൂറിത്തേൻ ഏതിൻ്റെയൊക്കെ പോളിമർ ആണ്, ഏതെല്ലാം പോളിമറൈസേഷൻ നടത്തി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. അത് ചാനൽ റെഗുലറായിട്ട് കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്താൽ ഇത് കാണുന്ന കുട്ടികൾക്ക് വിരസത തോന്നും. അതിനാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് റെഗുലറായിട്ട് ക്ലാസ്സുകൾ കാണുവാൻ ശ്രമിക്കുക. നമ്മുടെ പർപ്പസ് ശരിക്കും കുട്ടികൾക്ക് വേണ്ടുന്ന, പരീക്ഷയ്ക്ക് വേണ്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പരീക്ഷയ്ക്കും വേണ്ടുന്ന അവരുടെ സിലബസ് പ്രകാരം ആ സിലബസിൽ പരാമർശിക്കാത്ത അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു കൊടുത്തവരെ കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, റെഗുലർ ബോർഡിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗത്തിൻ്റെ പരീക്ഷകൾ നടത്തിയാലും അതിൽ അവർക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് കണക്കാക്കി തന്നെയാണ് കെമിയ എന്ന ചാനൽ ക്ലാസ്സുകൾ നൽകി വരുന്നത്. അതുകൊണ്ട് ക്ലാസ് പോലും മുടങ്ങാതെ റെഗുലറായി ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് SiO2. അപ്പോൾ ഈ ക്ലാസ് കേട്ട കുട്ടി പറയും, സാർ ഞങ്ങൾ കേട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും കൂടെ എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ക്വാർട്സ് എന്ന് പറഞ്ഞു. അത് തന്നെയാണിത്, QUARTZ. ക്വാർട്സ് വാച്ചിൽ ഉപയോഗിക്കുന്ന ഡയൽ, വാച്ചിൽ ഡയൽ നിർമ്മിക്കാൻ എടുക്കുന്ന പദാർത്ഥമാണ് SiO2, സിലിക്കൺ ഡയോക്സൈഡ് അഥവാ ക്വാർട്സ്. രണ്ടാമത്തെ വ്യക്തിയെ ഞങ്ങൾക്ക് അത്ര പരിചയമില്ല സാർ, സിലിക്കൺ കാർബൈഡ്. ഈ സിലിക്കൺ കാർബൈഡ് ആണ് കാർബോറൻഡം അഥവാ അബ്രേസീവ് എന്ന് പറയുന്ന വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഉരകല്ല് എന്ന് പറയും. അതായത് നൈഫ് പോലുള്ള, പിച്ചാത്തി പോലുള്ള വയ്ക്കൊക്കെ ഷാർപ്പ്നെസ് കൊടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഈ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടുന്ന ആൾക്കാർ ഒരു സൈക്കിൾ പോലെ, സൈക്കിളിൽ റിമ്മൊക്കെ കണക്ട് ചെയ്ത് അതിനകത്തൊരു ടയറൊക്കെ ട്യൂബർ കണക്ട് ചെയ്തൊക്കെ കറക്കുമ്പോൾ ഇതാണ്, ഈ കല്ലാണ് കറങ്ങുന്നത്. അതിലേക്ക് നമ്മൾ ഈ നൈഫ് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ സ്പാർക്ലിംഗ് എന്താണ് നമ്മളെ തീ ഫ്ലെയിം ഉണ്ടാകുന്നതാണ്, കണ്ടിട്ടില്ലേ, ഡ്യൂ ടു ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ അതിലേക്ക് കാണിക്കുമ്പോൾ അത് നൈഫായി മാറുകയും ചെയ്യും. അത് ഉരകൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, സിലിക്കൺ കാർബൈഡ് എന്ന് വിശേഷിപ്പിക്കാം. കുറച്ചുകൂടി പറഞ്ഞാൽ കാർബോറൻഡം ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. പിന്നെ കട്ടിംഗ് ടൂൾസ് ആയിട്ട് പലതും പൊട്ടിക്കുന്നതിനും ബ്രേക്ക് ചെയ്യുന്നതിനും മറ്റുമൊക്കെയുള്ള ടൂൾസ്, ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് എടുക്കുന്നതാണ് സിലിക്കൺ കാർബൈഡ് അഥവാ കാർബോറൻഡം എന്ന് പറയും. അടുത്തത് അലുമിനിയം നൈട്രൈഡ് ആണ്. അതും ഇത്തരത്തിൽ ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് അത് കേട്ടിട്ടുള്ളതാണ്. കാരണം കാർബണിന്റെ അലോട്രോപ്സ് ആകുന്നു ഡയമണ്ട് ഗ്രാഫൈറ്റ്. മാത്രമല്ല ഡയമണ്ട് ഗ്ലാസ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒന്നാണെന്നും അറിയാം.
അതുപോലെ ഗ്രാഫൈറ്റ്. അപ്പോൾ SiO2, SiC, AlN, അതുപോലെ ഡയമണ്ട് and graphite. These are all belongs to the category which we can say covalent or network solids. കോവാലന്റ് അഥവാ നെറ്റ്വർക്ക് സോളിഡിന്റെ കൂട്ടത്തിൽ വരുന്നത് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ SiO2 silicon dioxide, SiC silicon carbide, and AlN aluminum nitride, and the next one ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ഇനി അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ they are hard. അവ വളരെ ഹാർഡാണ്. അത് ഞാൻ സൂചിപ്പിച്ചു, കാരണം ഇവയുടെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. they are hard എന്ന് പറഞ്ഞപ്പോൾ അവിടെ കുട്ടിയെ കൈ ഉയർത്തുന്നു. ഡൗട്ട് എന്താണെന്നോ? SiC, AlN ഇവ രണ്ടും എഴുതിയപ്പോൾ SiO2 പോലെ ചുവട്ടിൽ മറ്റ് നമ്പർ ഒന്നും വന്നിട്ടില്ലല്ലോ സാർ, എന്താണ്? നിസ്സാരമെന്ന് ചിലർക്ക് തോന്നും. പല നിസ്സാര കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോഴാണ് അതിസാരമായി തീരുന്നതും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നതും. ഇക്കാരണത്താൽ ഏത് കാര്യങ്ങളെയും നമ്മൾ നിസ്സാരമായി കാണുന്നത് നിസ്സാരവും വളരെ സാരമാണ്, സാരമായതിലും സാരമായ സംഗതികളുണ്ടെന്ന് കണക്കാക്കി വേണം പഠിക്കാൻ. അപ്പോൾ ആ കുട്ടിയുടെ ഡൗട്ട് വളരെ ന്യായമാണ്. അതുകൊണ്ട് അത് പരിഹരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. SiC എന്ന് ഞാൻ എഴുതി, സിലിക്കൺ. വാലൻസി അഥവാ സംയോജകത എന്നൊക്കെ പറയും. ഔട്ടർ ഷെൽ ഇലക്ട്രോണുകളെ കൊടുത്തും വാങ്ങിയൊക്കെയാണ് ആൾക്കാർ കമ്പൈൻ ചെയ്യുന്നത്. സിലിക്കൺ അതുപോലെ തന്നെ, കാർബൺ അതുപോലെ തന്നെ. സിലിക്കന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവിടെ കൊടുത്തിരിക്കുന്നത് 4, ഇവിടെയും 4. രണ്ടു പേർക്കും നമ്മൾ എഴുതുമ്പോൾ ഇതങ്ങോട്ട് ക്രിസ് ക്രോസ് മെത്തേഡ് എന്ന് പറയും. സിലിക്കൺ ചുവട്ടിൽ ഞാൻ കൊണ്ടുവന്ന് 4 എഴുതി, കാർബൺ കൊടുക്കണം. അതുപോലെ തിരിച്ച് സിലിക്കൻ്റെത് കാർബൺ കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ Si4Z4 എന്ന് വരും. മാത്സിൽ 4:4 എന്നതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:1 ആണെങ്കിൽ why can't we write it as SiZ? Am I correct? Yes. Similarly, aluminum nitride എഴുതുമ്പോൾ അലുമിനിയത്തിന് മുകളിൽ നമുക്ക് വാലൻസി 3 ആണ്, നൈട്രജൻ 3 ആണ്, Alന് ചുവട്ടിൽ 3, Nന് ചുവട്ടിൽ 3. ഇനി എന്തിനേറെ പറയണം, അതിന്റെ ഫോർമുല അലുമിനിയം നൈട്രൈഡ് AlN എന്നായിരുന്നു. ഇക്കാരണത്താലാണ് നമ്മൾ എന്ത് കൊടുക്കാനിത്, മറ്റ് നമ്പറുകളൊന്നും കൊടുക്കാനിത്. ഡയമണ്ടും ഗ്രാഫൈറ്റും എന്താ ഫോർമുല ഇല്ലേ? കാർബൺ എന്ന എലമെന്റിന്റെ അലോട്രോപ്പ, എലമെന്റിന്റെ സിമ്പൽ ആണുള്ളത്. ഡയമണ്ടിന്റെ സിമ്പൽ C, ഗ്രാഫൈറ്റിന്റെ സിമ്പൽ C, because they are the different forms of the element carbon with the different physical properties, but they have same chemical properties. ഇവർ രണ്ടുപേരും ഒരാളുടെ തന്നെ വിഭാഗങ്ങളാണ്. നമ്മൾ തന്നെ മാംഗോ പല ടൈപ്പിൽ പറയില്ലേ, റൈസ് പല ടൈപ്പിൽ പറയില്ലേ എന്നതുപോലെ ഒരു വിഭാഗത്തെ, ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നിൽ നിന്നും മറ്റു വിഭാഗങ്ങൾ അതേ വിഭാഗത്തിൽ പെടുന്ന തന്നെയാണ്. റൈസ് മെനി കൈൻഡ്സ്, മാംഗോ മെനി കൈൻഡ്സ്. സോ വി ക്യാൻ സേ diamond and graphite are the different forms of the element carbon. So the symbol is C, no formula because it is an element. എലമെന്റുകൾക്ക് നമുക്ക് എന്തേ കൊടുക്കാൻ പറ്റൂ, സിംബലേ കൊടുക്കാൻ പറ്റും. ഇനി അതിന്റെ അടുത്ത പ്രത്യേകത ഹാർഡ്. റീസൺ കണ്ടുപിടിക്കണമല്ലോ. കാരണം എന്തുകൊണ്ട് ഇവ ഹാർഡ് ആകുന്നു? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നോക്കിയാൽ ഇൻസുലേറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് വെരി ഹൈ ആണ്. നമുക്കൊരു കാര്യം പറഞ്ഞാൽ മതി, നെറ്റ്വർക്ക് എന്ന ഈ ടേം അറിയാമെങ്കിൽ എല്ലാത്തിനും ഉത്തരം അതായി കഴിഞ്ഞു. കാരണം ഇവയിലെല്ലാം സ്ട്രോങ് സിഗ്മ കോവാലന്റ് ബോണ്ടുകളാണ്. പൈയില്ല, സിഗ്മ. ഇത്തരം സിഗ്മ സ്ട്രോങ് ബോണ്ടുകൾ നെറ്റ്വർക്കായി ആക്ട് ചെയ്യുന്നു. 3 ഡയമെൻഷണൽ നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യുന്നു. ഇക്കാരണത്താൽ അവ ഹാർഡാണ്. ഹൈ മെൽറ്റിംഗ്, വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് കാണിക്കുന്നു. പിന്നീട് അതിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളോ അവയ്ക്ക് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഇല്ല. അതുകൊണ്ട് അവ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ കഴിയുന്നത് ഫസ്റ്റ് ഇയറിലെ ഓരോ യൂണിറ്റുമായിട്ടുള്ള അവരുടെ ബന്ധമാണ്. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞു, എന്താ സിഗ്മ ബോണ്ട് എന്നൊരു സംശയം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിക്കാം. 2s ഓർബിറ്റൽ, ഒരു ആറ്റത്തിന്റെ s ഓർബിറ്റൽ, അടുത്ത ആറ്റത്തിന്റെയും s ഓർബിറ്റൽ.
ഈ രണ്ട് ന്യൂക്ലിയസുകളെ ചേർത്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈനാണ് ന്യൂക്ലിയർ ആക്സിസ് എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു. ഈ ന്യൂക്ലിയർ ആക്സിസിൽ ഇവ ബോണ്ടിങ് നടത്തുമ്പോൾ that means കുറച്ചുകൂടി നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരയ്ക്കാം. രണ്ട് ആറ്റത്തിന്റെ എസ് ഓർബിറ്റിലോ പി ഓർബിറ്റിലോ എന്തുമായിക്കൊള്ളട്ടെ, നമുക്ക് രണ്ട് എസ് ഓർബിറ്റൽ എടുക്കുന്നു. ആ രണ്ട് എസ് ഓർബിറ്റൽ ജോയിൻ ചെയ്ത ശേഷം ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റൂ. ഇവിടെ രണ്ടിന്റെ ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസുകൾക്കിടയിൽ വെച്ചാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്, ഓർബിറ്റൽ കെട്ടുപിണയുന്നത്. ന്യൂക്ലിയസുകൾക്കിടയ്ക്കുള്ള ഭാഗത്ത് ഇലക്ട്രോണിന്റെ പ്രോബബിലിറ്റി മാക്സിമം എന്ന് പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം ഇലക്ട്രോൺ പ്രോബബിലിറ്റി കൂടുന്നു അത്രത്തോളം ബോണ്ട് ശക്തമായിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ ന്യൂക്ലിയർ ആക്സിസിൽ ഫോം ചെയ്യുന്ന ബോണ്ടിന് സിഗ്മ ബോണ്ട് എന്ന് പറയും. സോ രണ്ട് പി ഓർബിറ്റൽ തമ്മിലാണല്ലോ. ഓഫ് കോഴ്സ് രണ്ട് പി ഓർബിറ്റൽ തമ്മിൽ നമുക്ക് വരയ്ക്കാം. ഈ രണ്ട് പി ഓർബിറ്റലുകൾ തമ്മിൽ along the ന്യൂക്ലിയർ ആക്സിസിൽ നമുക്ക് ഇങ്ങനെയല്ലേ കാണിക്കാൻ പറ്റൂ. കാരണം രണ്ട് ലോബുകളും ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് ന്യൂക്ലിയസ് എങ്കിൽ ആ ന്യൂക്ലിയസിൽ കൂടി വരയ്ക്കുന്ന ഇമാജിനറി ലൈൻ ന്യൂക്ലിയർ ആക്സിസ്. അത്തരം ആക്സിസിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ we can say it is സിഗ്മ ബോണ്ട്. അപ്പോൾ എന്താകാം പൈ ബോണ്ട്? നിങ്ങൾ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗിനൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. പക്ഷെ ന്യൂക്ലിയർ ആക്സിസ് എന്നതാണ് എന്റെ എക്സാക്ട് ടേം. ഇനി പൈ ബോണ്ട് ആണെങ്കിൽ രണ്ട് പി ഓർബിറ്റൽ ലാറ്ററൽ വേ സൈഡ് വൈസ് വന്ന് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസുകൾ ഇവിടാണ്. ആ തലങ്ങളിലെല്ലാം ഓവർലാപ്പ് നടന്നിരിക്കുന്നത് അവിടെ രണ്ടിടത്തും ന്യൂക്ലിയർ ആക്സിസിലാണ്. ഇവിടെ ന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിലാകുന്നു ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആന്റി ന്യൂക്ലിയർ ആക്സിസ് ന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയ ആക്സിസിന്റെ പേരാണ് ആന്റി ന്യൂക്ലിയർ ആക്സിസ്. ആന്റി ന്യൂക്ലിയർ ആക്സിസിലാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ബോണ്ട് ഈസ് കാൾഡ് പൈ ബോണ്ട്. പൈ ബോണ്ട് ഈസ് വീക്ക്, സിഗ്മ ബോണ്ട് ഈസ് സ്ട്രോങ്. കാരണം ന്യൂക്ലിയസിനിടയിൽ ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതലായതുകൊണ്ട് അവിടെ ദൃഢമായി ബന്ധിക്കപ്പെടും. ഇത് ന്യൂക്ലിയസിൽ നിന്നും അകലെ ആയതുകൊണ്ട് വീക്കായിരിക്കും. അതാണ് സിഗ്മ ബോണ്ട് എന്ന് സാർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും അതേ ചോദ്യങ്ങൾ തന്നെ ഇൻ ടെക്സ്റ്റിലും ടെക്സ്റ്റിന്റെ എക്സസൈസിൽ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 1. വാട്ട് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ ഇൻ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്? ഉത്തരം പറഞ്ഞു കഴിഞ്ഞു, ആറ്റംസ്. വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബോണ്ട് പ്രസന്റ് ഇൻ വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് present in covalent or network solids? Covalent bonding. ആ കോവാലന്റ് ഇട്ട് തന്നെ നമ്മളെ സഹായിക്കും ഉത്തരം എഴുതാൻ. കോവാലന്റ് ബോണ്ടിങ്. Give any 3 examples for covalent or network solids. SiO2, SiZ, AlN. നീ അതല്ല, അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ SiO2, SiZ, AlN അതെങ്ങനെയാ പറയുക? സിലിക്കൺ ഡയോക്സൈഡ്, silicon carbide, aluminum nitride. Covalent solids are generally hard to give a reason. This is due to the presence of strong covalent bonding, that is sigma bond, regularly repeating in 3-dimensional space of covalent solids. കാരണം ഈ കോവാലന്റ് സിഗ്മ ബോണ്ട് അതിന്റെ മുഴുവൻ ഭാഗത്തും 3 dimension എന്ന് പറയുമ്പോൾ along the length, along the breadth, along the height, നീളത്തിലും വീതിയിലും ഉയരത്തിലും എല്ലാ ഭാഗത്തും ഈ ശക്തമായ സിഗ്മ ബോണ്ട് ഉള്ളത് കൊണ്ട് അതെന്തായി തീർന്നു? ഹാർഡായി. എന്തുകൊണ്ട് ഇൻസുലേറ്ററായി? suggest the reason why covalent solids are insulators. This is due to the absence of free electrons. All electrons are engaged in bonding. അവയുടെ കയ്യിലുള്ള ആറ്റങ്ങൾ, ആ ആറ്റങ്ങളുടെ ഇലക്ട്രോണുകൾ എല്ലാം ബുക്ക്ഡായി പോയി. എന്തിന് ബുക്ക്ഡായി? ബോണ്ടിങ്ങിന് ബുക്ക്ഡായി പോയി. ദാറ്റ് മീൻസ് എൻഗേജ്ഡ് ഇൻ ബോണ്ടിങ്. നോ ഇലക്ട്രോൺസ് ആർ ഫ്രീ. അങ്ങനെ ഇലക്ട്രോണുകൾ ഫ്രീ അല്ലാത്ത സ്ഥിതിക്ക് ഇലക്ട്രിക്കൽ എനർജിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയുകയില്ല. ഇക്കാരണത്താൽ they are all insulators. Next point, melting point. വെരി ഹൈ. ഉത്തരം ആൾറെഡി പറഞ്ഞു. ഏതാണ്? കോവാലന്റ് ബോണ്ട്. അതെന്താണ്? സ്ട്രോങ് ആണ്. അതിലേതാണ്? സിഗ്മ ബോണ്ട്. അതെങ്ങനെ കാണുന്നു? നെറ്റ്വർക്ക് ആയിട്ട് കാണുന്നു. എവിടെയൊക്കെ? 3 dimensional സ്പേസിൽ. അപ്പോൾ
ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും പറയുവാൻ എഴുതുവാൻ നിങ്ങൾക്ക് കഴിവ് ഉണ്ടായിക്കഴിഞ്ഞു. ഇതിന്ന് തന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. നന്നായി വായിച്ചിട്ട് ഇത്തരം ചോദ്യങ്ങൾ സാർ എങ്ങനെ തയ്യാറാക്കുന്നു പഠിപ്പിച്ചു. അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ കാരണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ശേഷം ചോദ്യങ്ങൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കണം. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയുമായിട്ട് ഇത്തരത്തിൽ എക്സ്പ്ലനേഷൻ നൽകണം. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ നെയിം KHEMIA സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലറായി ക്ലാസ്സുകൾ വീക്ഷിക്കുക. നമ്മളിനി അടുത്ത ഭാഗം ക്രിസ്റ്റലോഗ്രഫി, അതായത് ക്രിസ്റ്റൽ ലാറ്റിസ്, യൂണിറ്റ് സെൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിസ്റ്റലിനകത്തേക്ക് കിടക്കുകയാണ്. ഇതുവരെ നമ്മൾ ക്രിസ്റ്റലിന് പുറത്തു നിന്നുള്ള കളിയായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ക്രിസ്റ്റലിനുള്ളിലേക്ക് നമ്മൾ കിടക്കുന്നു. അതിനുള്ളിൽ ഏതൊക്കെ ഷേപ്പിൽ എങ്ങനെയൊക്കെയാണ് കോൺസ്റ്റിറ്റ്യുവൻസ് അഥവാ ഘടകധനികൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. ആ ഭാഗം തൊട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. എക്സാമിനും ഏത് എക്സാമിനും ധാരാളം ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ഇതുവരെ ഉള്ളത് നിങ്ങൾ വായിച്ച് ഉറപ്പിക്കുക. ഇനി ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കുറിക്കാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലറായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ വീക്ഷിക്കുക, കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. കേൾക്കുന്ന കാര്യങ്ങൾ ഒപ്പം പേനയും പേപ്പറും കയ്യിൽ വെച്ചിരിക്കണം. ബോർഡിൽ എഴുതുന്ന ഫോർമുല ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാകും. ചിലതൊക്കെ ടെക്സ്റ്റിൽ കാണും, ചിലതൊക്കെ ടെക്സ്റ്റിൽ കാണില്ല. നമുക്ക് എല്ലാ പരീക്ഷകളെയും ഫേസ് ചെയ്യേണ്ടതാണെന്നുള്ള ആ ഒരു ഓർമ്മ വേണം. അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ്സുകൾ നൽകുന്നത്. എല്ലാ സിലബസ് പാറ്റേണും ഞാൻ പഠിപ്പിക്കുന്നതിൽ കാണും. പക്ഷേ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സബ്ജക്റ്റ് അല്ലേ സയൻസ് എന്ന് പറയുന്നത്, കെമിസ്ട്രി ആയതിനാൽ നമുക്ക് സ്ട്രീം ഡിഫറൻസ് വേണ്ട. ISE, അതുപോലെ CBSE, സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ആയതിനാൽ നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും ചെയ്യുവാനുള്ള എഫിഷ്യൻസി ഉണ്ടാകും. ഓക്കെ, ദാറ്റ്സ് ഓൾ ടുഡേ.